Hey, so recently I saw a post which said, after a certain age, you are no longer the product of your environment or how you were raised. It is your choice how you live your life. And I think that is so true. കാരണം നമ്മളെല്ലാവരും വി ആർ ദ പ്രോഡക്റ്റ് ഓഫ് അവർ എൻവയൺമെൻറ്റ് ഓർ അവർ സറൗണ്ടിങ്. നമ്മുടെ പേരൻസ്, ഫ്രണ്ട്സ്, കസിൻസ്, നമ്മുടെ നെയ്ബേഴ്സ്, ദ സൊസൈറ്റി ദാറ്റ് വി ഗ്രൂ അപ്പ് ഇൻ, ഇതെല്ലാം നമ്മൾ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ യു കനോട്ട് കീപ് ബ്ലെയിമിങ് ഓൾ ദീസ് സ്റ്റഫ്. ഓക്കെ, ചിലരുടെ ലൈഫിനെ അത് നല്ലോണം എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും, ചിലതിനെ അത് മോശമായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ യു കനോട്ട് കീപ് ബ്ലെയിമിങ് ഓൾ ദീസ് സ്റ്റഫ് ഫോർ ഹൗ യുവർ ലൈഫ് ടേൺ ഔട്ട് ടു ബി. ഓക്കെ, നമ്മൾ ഇത് ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും വാട്ട് വി ഡു ഇസ് വി ഗിവ് ദറ്റ് പവർ ഓഫ് അവർ ലൈഫ് ഓവർ ടു ദി അതർ ഫാക്ടേഴ്സ്. നമ്മൾ പറയുകയാണ്, അയ്യോ എനിക്ക് എൻ്റെ ലൈഫിൻ്റെ മേൽ ഒരു പവറും ഇല്ല, ബാക്കി എല്ലാ ഫാക്ടേഴ്സിനുമാണ് എൻ്റെ ലൈഫിൻ്റെ മേൽ പവർ ഉള്ളത്, അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നോ, നമ്മുടെ ലൈഫിൻ്റെ മേലുള്ള പവർ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, വി ആർ നോട്ട് വിക്ടിംസ്. It is time to take that control, that responsibility, that power back into your hands. It is your choice how you live your future life. Okay, you cannot keep these factors influencing you. ഓക്കെ, അതെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇറ്റ് ഇസ് ടൈം ടു ലെറ്റ് ദറ്റ് ഗോ. ഇറ്റ് ഇസ് ടൈം ടു ഹീൽ യുവർ വൂൺസ്. ഹീലിംഗ് യുവർ വൂൺസ് ഇസ് യുവർ റെസ്പോൺസിബിലിറ്റി. വേറെ ആരും വന്നിട്ട് നമ്മുടെ പാസ്റ്റ് ചേഞ്ച് ചെയ്ത് തരോ, നമ്മുടെ വൂൺസ് ഹീൽ ചെയ്ത് തരോ ചെയ്യത്തില്ല. You have to take that responsibility to heal your life, and the choice of your future life is in your hands. So heal your wounds and take responsibility for your life.